സ്വാതന്ത്ര്യ ഇന്ത്യയുടെ 29ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ഒരുങ്ങി രാജ്യം. ഡൽഹിയിൽ സുരക്ഷ ശക്തമാക്കി 10,000-ത്തിലധികം പോലീസുകാരെയാണ് വിന്യസിച്ചത്. പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്ന ചെങ്കോട്ടയിലും പരിസരത്തും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയത്. CCTV ക്യാമറകൾ, ഡ്രോൺ ഡിറ്റക്ഷൻ സിസ്റ്റങ്ങൾ, ഫേഷ്യൽ റെക്കഗ്നേഷൻ ടെക്നോളജി എന്നിവ ഉപയോഗിച്ച് നിരീക്ഷിക്കും. 5 പാർക്കിംഗ് സ്ഥലങ്ങളിൽ അണ്ടർ വെഹിക്കിൾ സർവെയിലൻസ് സിസ്റ്റം സ്ഥാപിച്ചു. വാഹനങ്ങളുടെ അടിഭാഗം സ്കാൻ ചെയ്ത് സ്ഫോടക വസ്തുക്കളോ ആയുധങ്ങളോ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് സംവിധാനം. 3000 ട്രാഫിക് പോലീസുകാരെ വിന്യസിച്ചതിനോടൊപ്പം അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അർദ്ധസൈനിക വിഭാഗങ്ങളെയും കമാൻഡോകളെയും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിന്യസിക്കും. രഹസ്യാന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ സുരക്ഷാ പരിശോധനകൾ, ബാരിക്കേഡുകൾ, തിരിച്ചറിയൽ പരിശോധനകൾ എന്നിവയുണ്ട്. 16-ാം തീയതി വരെ ഡ്രോണുകൾ, പാരാഗ്ലൈഡറുകൾ, ഹോട്ട് എയർ ബലൂണുകൾ എന്നിവയുടെ ഉപയോഗം നിരോധിച്ചിട്ടുണ്ട്. മാർക്കറ്റുകൾ, മെട്രോ സ്റ്റേഷനുകൾ, ബസ് ടെർമിനലുകൾ, തിരക്കേറിയ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പോലീസ് പട്രോളിംഗ് നടത്തും. ഇന്ന് രാത്രി 10 മണി മുതൽ വാണിജ്യ വാഹനങ്ങൾക്ക് ഡൽഹിയിലേക്ക് പ്രവേശനമില്ല. റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളങ്ങൾ, അന്തർസംസ്ഥാന ബസ് ടെർമിനലുകൾ, മെട്രോ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.